പക്ഷേ ഇതൊക്കെ ചെയ്ത ഈ മാനേജർ ഒരു തരത്തിലും അയാൾക്ക് നമ്മൾ ബാഹ്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇയാൾ ഇത്രയും ചോദിച്ചിട്ട് ഇയാൾക്കൊന്നും കിട്ടുന്നില്ല. ഇയാൾ സന്തോഷത്തോടെ ഇരിക്കുന്നു, ഇയാളുടെ കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകുന്നു, കമ്പനി ഇയാൾ വിലമതിക്കുന്നു, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ചിന്തിക്കും ഇത് ഇങ്ങനെയൊന്നും ഇല്ലേ, അതായത് ശിക്ഷയൊന്നും കിട്ടില്ലേ എന്ന് നമ്മൾ ചിന്തിക്കുന്നൊരവസ്ഥയുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ ശിക്ഷ കിട്ടുന്നുണ്ടോ? ഉണ്ട്, പക്ഷേ ഫിസിക്കലായിട്ടല്ല. നമ്മളെ ദ്രോഹിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കൂട്ടത്തിൽ നിന്നിട്ട് അയാൾ ടോക്സിക്കായിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ അയാളുടെ മേലുള്ള വിശ്വാസവും അയാളോടുള്ള സപ്പോർട്ടും അയാൾ നഷ്ടപ്പെടുന്നത്. നമ്മൾ സ്റ്റാഫെന്ന നിലയിൽ അയാളോടുള്ള സപ്പോർട്ടോ അല്ലെങ്കിൽ അയാളോടുള്ള ബഹുമാനവും നമ്മളിൽ നിന്ന് വിച്ഛേദിക്കും. അങ്ങനെ വിച്ഛേദിക്കുമ്പോൾ അയാളൊരു പ്രശ്നത്തിൽ പെട്ടുപോകുമ്പോൾ അയാൾ ഒറ്റപ്പെടും. ആ പ്രശ്നത്തിൽ ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ അയാളോട് വിരോധമുള്ളവരൊന്നും സപ്പോർട്ട് ചെയ്യില്ല. അങ്ങനെ സപ്പോർട്ട് ചെയ്താകുമ്പോൾ അയാൾ റിഗ്രറ്റ് അടിക്കും. അപ്പോഴാണ് അയാൾ കുറ്റബോധം തോന്നുന്നത്, ഞാനിങ്ങനെ പെരുമാറിയതുകൊണ്ടാണ് സ്റ്റാഫിനോട് തിരിച്ചിങ്ങനെ ചെയ്യുന്നത്. അതേ കുറ്റബോധം അയാളുടെ ജീവിതാവസാനം വരെ ഉണ്ടാവും. അതെങ്ങനെ ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഈ കാര്യം ഒറ്റപ്പെട്ടു എന്ന് മനസ്സിലായതിന് ശേഷം പുറത്തെവിടെയും പോയി കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾ ചിന്തിക്കും, ഞാനിതിങ്ങനെ അവരോട് പെരുമാറിയതുകൊണ്ട് എനിക്കിങ്ങനെ കിട്ടുന്നത്. അങ്ങനെ സമാധാനമില്ലാത്തൊരു ജീവിതമായിരിക്കും അയാളുടെ ഏറ്റവും വലിയ ശിക്ഷ.